നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരുപാട് ആഗ്രഹത്തോടെയാണ്. അവരുമായി ഒരുമിച്ച് ജീവിക്കണം, ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കണം, സ്വപ്നങ്ങൾ അങ്ങനെ പലതുമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ചിന്തിക്കാറുള്ളത്. എന്നാൽ വിവാഹം കഴിഞ്ഞ വെറും വെറും 3 മാസം മാത്രം ഒരുമിച്ച് ജീവിച്ച് പിന്നീട് 17 വർഷമായി തളർന്ന് കിടക്കയിൽ കഴിയുന്ന ഭർത്താവും ദമ്പതികളും ഒടുവിൽ സിനിയെ തനിച്ചാക്കി ഇപ്പോൾ ഇതാ സന്തോഷ് വിട പറയുമ്പോൾ സന്തോഷിന്റെ ഉള്ളിലുണ്ട് ആ വേദന. സങ്കടം കടിച്ചമർത്തി ഭർത്താവിന് യാത്രാമൊഴി നൽകി സിനി തൊട്ടരികിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നതുവരെയും ഭർത്താവിൻ്റെ കൈകൾ പിടിച്ച് എപ്പോഴും തലോടി നിൽക്കുന്ന സിനി. ഇനി സിനിക്ക് തലോടാൻ ആ കൈകൾ അരികിലില്ല എന്നത് എത്രമാത്രം സിനിയെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സിനി അത് പുറത്തു കാണിക്കില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിരപ്പുഴ സ്വദേശി സന്തോഷിനും ഭാര്യ സിനിക്കും വിധി ഒരുക്കി വെച്ചത് ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു. തടിവെട്ട് തൊഴിലാളിയായിരുന്ന അതിരപ്പുഴ മാറാമ്പേൽ തടത്തിൽ സന്തോഷ് കുര്യൻ 17 വർഷം മുമ്പ് ജോലിക്കിടെ മരം വീണ് നട്ടല തകർന്ന് ശയാംവലംബിയായി. അതും വിവാഹം കഴിഞ്ഞ് 3-ാം മാസം മുതൽ. 3 മാസം സന്തോഷ് കോമയിലായിരുന്നു. പിന്നീട് കിടക്കയിൽ നിന്ന് എണീക്കാനാവാതെ തളർന്ന് കിടപ്പായി. ഭാര്യ സിനി ഭർത്താവിനെ കൈവിട്ടില്ല. കഴിഞ്ഞ 17 വർഷവും പരിഭവവും പരാതിയും ഇല്ലാതെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഭക്ഷണവും മരുന്നും കൊടുത്ത് അരികിലിരുന്ന് ആശ്വസിപ്പിച്ചു. ഭാര്യയും സ്നേഹവും കരുതലുമാണ് സന്തോഷത്തിന് കരുത്താകുന്നതെന്ന് പറഞ്ഞു. 1-2 വർഷങ്ങളല്ല, അങ്ങനെ കഴിഞ്ഞത് നീണ്ട 17 വർഷങ്ങളാണ്. അങ്ങനെ ആ കരുതൽ അദ്ദേഹത്തിന് കിട്ടി. സ്ലീവാപുരം ഇടത്തിനാൽ കുടുംബാംഗമാണ് സിനി. ജീവിതത്തിന്റെ സന്തോഷങ്ങളെല്ലാം തന്നെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ സന്തോഷിനെ സ്നേഹനിധിയായ ഭർത്താവായി സ്വീകരിച്ചു കണ്ട് ശുശ്രൂഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത എന്നിടത്താണ് സ്നേഹത്തിന്റെ ആഴം വ്യക്തമാകുന്നത്. ആ സ്നേഹത്തിന്റെ സന്തോഷം ദുഃഖങ്ങൾ മറന്നു. കഴിഞ്ഞ ദിവസം സന്തോഷ് വിട പറഞ്ഞു. അങ്ങനെ 17 വർഷത്തെ സ്നേഹപരിചരണ തിരശ്ശീല വീണു. അതിരമ്പുഴ സെയിന്റ് മേരീസസ് ഫൊറോണ പള്ളിയിലാണ് സന്തോഷിന്റെ സംസ്കാരം നടന്നത്. വലിയൊരു ജനാവലി പള്ളിയിലേക്കും വീട്ടിലേക്കുമൊക്കെ ഒഴുകിയെത്തി. സന്തോഷിന് യാത്രാമൊഴി നൽകി. ഇടയ്ക്കിടയ്ക്ക് സന്തോഷിനെ കാണാൻ വരുന്ന ഓരോരുത്തരും അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാനും വന്നു. സന്തോഷ് പോയതോടെ സിനി ഒറ്റയ്ക്കായല്ലോ എന്ന സങ്കടമായിരുന്നു എല്ലാവർക്കും. തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് ഭർത്താവിൻ്റെ ജീവിതം തൻ്റെ ജീവിതമാക്കി മാറ്റിയ ഒരു വലിയ മനസ്സിനുടമയായ സിനിയെ എല്ലാവരും നിറകണ്ണുകളോടെ നോക്കി നിന്നു. ഒരുമിച്ച് യാത്ര ചെയ്യാനും മക്കളുണ്ടായി അതിനെ താലോലിക്കാനും അവരുടെ വളർച്ച കണ്ട് സന്തോഷിക്കാനുമുള്ള ഭാഗ്യമൊന്നും സിനിക്ക് കിട്ടിയില്ലല്ലോ. ഇനി അവൾ ഒറ്റയ്ക്കായല്ലോ. സങ്കടമായിരുന്നു എല്ലാവർക്കും. ചെറിയ വഴക്കിൽ പോലും ബന്ധങ്ങൾ പിരിയുന്ന ഈ കാലത്ത് സിനിയുടെ ജീവിതം ഒരു മാതൃകയാണ്. വിവാഹം കഴിച്ച വ്യക്തി 3 മാസമാണെങ്കിലും ഒരുമിച്ച് ജീവിച്ചല്ലോ എന്നത് മനസ്സിലാക്കി തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഇത്രയും നാളും ഒന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിന്ന ഒരു ഭാര്യ എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് സിനി.